നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ ന്യൂ കാറ്റ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കൾ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്നൊരു ബിഗ് പ്രോജക്റ്റിനെ പറ്റിയുള്ള ന്യൂസാണ്. അതായത് 12,760 കോടി രൂപയുടെ നിക്ഷേപവുമായിട്ട് കേരളത്തിലേക്ക് കമ്പനികൾ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നു. കൊച്ചി ആൻഡ് വിഴിഞ്ഞം. ഇനി ഇതിൻ്റെ വീഡിയോയുടെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാം. അതുവരെ എന്താണെന്ന് പറയുന്നതെന്ന് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിഴിഞ്ഞം കൊച്ചി തുറമുഖങ്ങൾ ഹരിത അമോണിയയും ഉൽപ്പാദിപ്പിക്കാൻ 72,760 കോടി രൂപയുടെ വലിയൊരു നിക്ഷേപ പദ്ധതി നടത്താൻ താൽപ്പര്യപ്പെട്ട് അത് പ്രകടിപ്പിച്ചുകൊണ്ട് അനേകം കമ്പനികൾ രംഗത്ത് വന്നിരിക്കും. ഊർജ മേഖലയിൽ പ്രവർത്തിക്കുന്ന റിന്യൂ പവർ, ലീപ്പ് എനർജി, HLC, ഇൻഫിനിറ്റി എന്നീ കമ്പനികളാണ് ഈ ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദനത്തിനായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹരിത ഹൈഡ്രജൻ എന്താണ്? ഈ ഹരിത ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നിന്നാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. പെട്രോളിന് പകരമായിട്ട് മുന്നോട്ട് വെക്കുന്ന വമ്പൻ ടെക്നോളജിയുമായിട്ടാണ് നമ്മൾ കൈകോർക്കാൻ പോകുന്നതെന്നാണ് അറിയുന്നത്. അമോണിയ കയറ്റുമതി ചെയ്യാനുള്ള പ്ലാനും ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട്. 25% വരെ മൂലധന സബ്സിഡി ഗവൺമെൻറ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അത് സർക്കാർ ചെയ്യുകയും ചെയ്തു. ഈ കരട് നയത്തിൽ ആകൃഷ്ടരായിട്ടാണ് കമ്പനികൾ ഈ രംഗത്ത് നിക്ഷേപം നടത്തുന്നത്. 275 കോടി രൂപ സബ്സിഡി, അതുപോലെ വൈദ്യുതി ഡ്യൂട്ടിയിൽ നിന്ന് 25 വർഷത്തെ ഇളവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ നയത്തിന് അംഗീകാരം ലഭിക്കുമെന്ന് പറയപ്പെടുന്നു. കേന്ദ്രത്തിൻ്റെ അംഗീകാരം കിട്ടണമല്ലോ. ഇതിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ 30,000-ഓളവും പ്രവർത്തന ഘട്ടത്തിൽ 7,000-ഓളവും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇതിന് 300 ഹെക്ടർ ഭൂമി കമ്പനികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 300 ഹെക്ടർ ഭൂമിയാണ് കേട്ടോ. അതുപോരാ, പിന്നെയും ഹെക്ടർ കണക്കിന് ഭൂമിയുടെ ആവശ്യമുണ്ട്. ഇനി മുതൽ ഹൈഡ്രജൻ ഉപയോഗിച്ചുള്ള വാഹന ഗതാഗതമാണ് കമ്പനി മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ CC രാജ്യങ്ങളിൽ നിന്ന് ധാരാളം പെട്രോളും കണ്ണി കണ്ട ഉൽപ്പന്നങ്ങളൊക്കെ ഇറക്കിയിട്ടാണല്ലോ ഇപ്പോൾ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ വാഹനങ്ങൾ ഇനി പെട്രോൾ ഇല്ലാതെ ഓടിക്കാനുള്ള പരിപാടിയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അത് ഹരിത വിപ്ലവത്തിന് നാന്ദി കുറിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദിക്കുന്നതിൽ 2ാം സ്ഥാനങ്ങാനുള്ളതാണ് ഇന്ത്യ. അതിൽ നിന്ന് നമ്മൾ മുക്തമാവാൻ പോവുകയാണ്. അപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ പെട്രോളൊന്നും ഇല്ലാത്തൊരവസ്ഥയും ഇവിടെ ഭൂമിയിൽ സംഭവിക്കാനിടയുണ്ട്. അപ്പോൾ ഈ ടെക്നോളജിയുടെ പ്രസക്തി വരുന്നത്. ഇതിനാണ് 72,760 കോടി രൂപ നിക്ഷേപിച്ചിരിക്കുന്നത്. അതുകൂടാതെ നമ്മളെ കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത് 19,744 കോടി രൂപയാണ്.
ഇതൊരു ബിഗ് പരിപാടിയാണത്. ഇങ്ങനെ ഉന്നം വെക്കുന്ന കമ്പനി എന്താണ് മറ്റേ ഹരിത ഹൈഡ്രജൻ എന്ന് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഊർജ ഉപഭോഗത്തിൽ ലോകത്ത് 3-ാം സ്ഥാനത്താണ് ഇന്ത്യ. പെട്രോളിന് ബദലായിട്ട് ഹരിത ഹൈഡ്രജൻ മാറുമോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. മാറും എന്ന് തന്നെയാണ് കമ്പനികളുടെ അഭിപ്രായം. ഇപ്പോൾ അത്തരം കാറുകളും വാഹനങ്ങളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിനാൽ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിനെ കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ സർക്കാർ ഹരിത ഇന്ത്യ ലക്ഷ്യം വെച്ച് കേന്ദ്ര സർക്കാർ ഹരിത ഹൈഡ്രജൻ നയം പ്രഖ്യാപിച്ച് 2023 അങ്ങനെ ജനുവരിയിൽ 19,744 കോടി രൂപ അനുവദിക്കുക ഇതിനു വേണ്ടിയിട്ട്. അങ്ങനെ ഈ പെട്രോളിന് ബദലായിട്ട് ഹരിത ഹൈഡ്രജൻ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ബിഗ് ബജറ്റ് പരിപാടിയുടെ ഉള്ളടക്കം. ഇതിനായിട്ട് ആണ് 72,760 കോടി രൂപയുടെ നിക്ഷേപം കമ്പനികൾ നടത്തുന്നു. അപ്പോൾ ഇതിനായിട്ട് ധാരാളം വെള്ളം ആവശ്യമുണ്ട്. അങ്ങനെ ആകയാൽ പദ്ധതി കേരളത്തിൽ വരാൻ കാരണം അതായിരുന്നു. കൂടാതെ പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ കമ്പനി പ്രവർത്തിക്കും എന്ന് കരാറും ചെയ്തിട്ടുണ്ട്. ക്രമേണ പെട്രോൾ രഹിത വാഹനങ്ങൾ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കും എന്ന് മോഡിയും പറയുന്നുണ്ട്. ഈ വീഡിയോ ഇതിനെപ്പറ്റി ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും ഇതിനെപ്പറ്റി കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീഡിയോ വീണ്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മൾ ഒരു പ്രത്യേക മാറ്റത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് സാരം. അത് നമ്മൾ പുറം ലോകമുള്ള കമ്പനികളുമായിട്ട് ഒരു ടൈപ്പ് നടത്തിയിരിക്കുകയാണ്. നിക്ഷേപങ്ങൾ പകുതി മുക്കാൽ നടത്തുന്നത് കമ്പനി തന്നെയാണ്. അപ്പം നമ്മൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ കേന്ദ്രത്തിൽ നിന്നും അതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നമ്മൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ വരും കാലങ്ങളിൽ ഇന്ത്യയുടെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കുമെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇന്ത്യ മുന്നേറട്ടെ, അതുപോലെ കേരളത്തിലെ കാര്യങ്ങളൊക്കെ വികസിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി കാത്തിരിക്കാം. അതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.